10+2 പരീക്ഷകളെ പേടിയോടെയല്ല, മറിച്ച് പുഞ്ചിരിയോടെ നേരിടാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ KCB അവതരിപ്പിക്കുന്ന ഒരുങ്ങാം പരീക്ഷയ്ക്കായി എന്ന പരിപാടിയിൽ പഠനത്തിൽ ഏകാഗ്രത നിലനിർത്താനുള്ള വഴികൾ പറഞ്ഞു തരാനും മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനുമായി പ്രശസ്ത കൗൺസിലറും മൂവാറ്റുപുഴ വിമല ജ്യോതി ഡെവലപ്മെന്റ് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ മാത്യു ഊട്ടുകളത്തിലാണ് നമ്മോട് സംസാരിക്കുന്നത്. പ്രിയ മാതാപിതാക്കളെ, വിദ്യാർത്ഥികളെ, നിങ്ങളുടെ ഈ സമയം പഠനത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും എക്സാമിനേഷനുള്ള പ്രിപ്പറേഷനും ഒക്കെ നന്നായിട്ട് പോകുന്നുവെന്ന് വിചാരിക്കുന്നു. ഈ ഒരു അവസരത്തിൽ നമ്മുടെ മാനസികാവസ്ഥയിൽ നമുക്കുണ്ടാകുന്ന ചില ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളെക്കുറിച്ചും കൂടി നമ്മളൊന്ന് ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ അടുത്ത നാളുകളിൽ എൻ്റെ അടുത്ത് വന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ചിത്രം ഞാൻ ഓർക്കുകയാണ്. ആ വ്യക്തിയെ സംബന്ധിച്ച് മാതാപിതാക്കൾക്ക് വളരെ ഡിസ്റ്റർബൻസ് ഉണ്ട്, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടോടുകൂടിയാണ് എൻ്റെ അടുത്ത് ആ കുട്ടിയെ കൊണ്ടുവന്നത്. കാരണം പല ദിവസങ്ങളിലും മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. ആ പെൺകൊച്ചിനെ സംബന്ധിച്ച് പല പ്രതിസന്ധികൾ അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ മനസ്സ് തുറന്ന് മറ്റ് ഫ്രണ്ട്സിനോട് പോലും സംസാരിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഈ പേരൻസിനെ സംബന്ധിച്ച് വല്ലാതെ വിഷമങ്ങളുണ്ട്. ഇവളുടെ ജീവിതാവസ്ഥയിൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ എങ്ങനെ പഠനം മുന്നോട്ട് പോകും, മറ്റുള്ളവരുമായിട്ടുള്ള വേണ്ടത്ര കമ്മ്യൂണിക്കേഷൻസ് ഇല്ലല്ലോ എന്നൊക്കെയുള്ളതായിട്ടുള്ള ഒത്തിരി അസ്വസ്ഥത നിറഞ്ഞ ഒരു ചിന്തയോടുകൂടി തന്നെയാണ് മാതാപിതാക്കൾ ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ സംസാരിച്ച് വന്നപ്പോൾ മറ്റ് ചില കാര്യങ്ങൾ കൂടെ മനസ്സിലായി. വല്ലാതെ ഒരു ഫോബിക് റിയാക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആകുന്നതായ ഒരു മാനസികാവസ്ഥകളുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരുപക്ഷേ ഏതെങ്കിലും ഭയപ്പെട്ട ഓർമ്മകളോ മറ്റേതെങ്കിലും പ്രതിസന്ധികൾ നിറഞ്ഞതായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയത് കൊണ്ടായിരിക്കാം വളരെ പെട്ടെന്ന് അരിശപ്പെടുന്നതായ ഒരു അവസ്ഥകൾ. പരസ്പരം ഐക്യത്തോടുകൂടി സമാധാനത്തോടുകൂടി സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം മതി, അപ്പോൾ വളരെ ഡിസ്റ്റർബ്ഡ് ആകുന്നു, വളരെ റിയാക്റ്റീവായിട്ട് സംസാരിക്കുന്നു, വളരെ ഒച്ചയും ബഹളവും ഇടുന്നതായ ഒരവസ്ഥ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പരസ്പര സ്നേഹബന്ധത്തിൻ്റെ ഒരു മേഖലയിൽ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ കുടുംബത്തിൻ്റെ ഈ മക്കളെക്കുറിച്ചുള്ള മാതാപിതാക്കളുടെ ആകുലതകൾ, അതോടൊപ്പം ആ കൊച്ചിനെ സംബന്ധിച്ച് എങ്ങനെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തതയുമില്ല. അവരുടേതായിട്ടുള്ള മാനസികാവസ്ഥയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോൾ ആരോടും മിണ്ടുന്നില്ല, അല്ലെങ്കിൽ ഇടയ്ക്ക് വലിയ പ്രതിസന്ധികളൊന്നും വേണ്ട, വളരെ ചെറിയ കാര്യങ്ങൾ മതി, വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ വല്ലാതെ അരിശപ്പെട്ടും അസ്വസ്ഥപ്പെട്ടും പല കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിനെ തുടർന്ന് നേരെ ചൊവ്വേ പഠിക്കുവാനായിട്ട് പറ്റുന്നില്ല. മനസ്സ് ഒരു സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി പഠിക്കാനുള്ള ഒരു മാനസികാവസ്ഥയും അവസരവും നഷ്ടപ്പെടുത്തി കളയാണ്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആഴപ്പെട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് കൗൺസിലിംഗ് തെറാപ്പികൾ തന്നെ എന്ന് പറഞ്ഞാൽ ഏതാനും കൗൺസിലിംഗ് സെഷൻസ് നടത്തി തന്നെ ഈ ഒരു പ്രശ്നത്തെ നമുക്ക് കുറേയധികം ഓവർകം ചെയ്യാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ പേഴ്സണലി ഉള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു പരിശ്രമം ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിച്ചാൽ നമുക്ക് നടക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തിങ്ക് ഓൾവേസ് പോസിറ്റീവ്ലി എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമുക്ക് എപ്പോഴും അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ദൈവവചനങ്ങളോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള മതപരമായിട്ടുള്ള ചില അഡ്വൈസുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള ചില നല്ല പോസിറ്റീവായിട്ടുള്ള ടോക്കുകളോ ഒക്കെ കേൾക്കുന്നത് തീർച്ചയായിട്ടും ഉപകരിക്കും. നമ്മുടെ മനസ്സിനെ വളരെ സ്വസ്ഥതയിൽ സമാധാനത്തിൽ കൊണ്ടുവരുവാനായിട്ട് ചില തോട്ട്സ് നമ്മളെ ഏറ്റവും വളരെ സ്വാധീനിക്കുന്ന ഒന്നാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഓർക്കുന്ന ഏഷ്യ 60 ഒന്നാമത്തെ വചനം ഞാൻ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഞാൻ കരുതാറുണ്ട്. ഉണർന്ന് പ്രശോഭിക്കുക, നിൻ്റെ പ്രകാശം കടന്നു വന്നിരിക്കുന്നു. ഉണർന്ന് പ്രശോഭിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. ദൈവം നമ്മളോട് പറയുകയാണ്, നീ ഉണർന്ന് പ്രശോഭിക്കണം, ഇതാ നിൻ്റെ പ്രകാശം കടന്നു വന്നിരിക്കുന്നു. നിൻ്റെ മുൻപിലൊരു പ്രഭാതമായി, നിനക്കുണർന്ന് പ്രവർത്തിക്കാനുള്ള സമയമായി. നീ ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടും ഭാരപ്പെട്ടും നീ ഡിസ്റ്റർബ്ഡ് ആയിട്ടും ഇരിക്കേണ്ട വ്യക്തിയല്ല, നീ ഉണർന്ന് പ്രശോഭിക്കേണ്ട വ്യക്തിയാണ് എന്നുള്ള ഒരേ ഒരു ചിന്ത എൻ്റെ മനസ്സിനെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പോസിറ്റീവ് തോട്ട്സ് നമ്മളെ വളരെ എൻകറേജിംഗ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു പേഴ്സണൽ പ്രെയർ അല്ലെങ്കിൽ ഒരു മെഡിറ്റേറ്റീവ് മെൻറ്റാലിറ്റിയോടുകൂടി സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു കുറച്ച് സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഭാതത്തിലെ ഉണർന്നിരുന്ന് ദൈവസന്നിധിയിൽ അല്പനേരം മെഡിറ്റേറ്റ് ചെയ്യാനും പ്രാർത്ഥനയോടുകൂടി എന്നെ ശക്തിപ്പെടുത്തുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എന്നെ വഴി നടത്തുന്ന എൻ്റെ ഒരു ദൈവം എന്നെ വഴി നടത്താനായിട്ട് എന്നെ സഹായിക്കും, എനിക്ക് നല്ല വിജയം കരസ്ഥമാക്കുവാനായിട്ട് എന്നെ സഹായിക്കും, പ്രത്യേകിച്ച് ഈ പരീക്ഷാ കാലയളവിൽ എനിക്ക് നന്നായിട്ട് പഠിക്കുവാനുള്ള ഒരു അനുഗ്രഹം ദൈവം തരും എന്ന് സ്വയം ബോധ്യത്തോടുകൂടി ദൈവത്തിന് നന്ദി പറയുന്ന ഒരു മനസ്സ്, അങ്ങനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി മെഡിറ്റേഷനോടുകൂടി നമുക്ക് ഓരോ പ്രഭാതവും നമ്മൾ ആരംഭിക്കുന്നെങ്കിൽ, പോസിറ്റീവ് തോട്ട്സോടുകൂടി നമ്മൾ ഓരോ പ്രഭാതവും ആരംഭിക്കുന്നെങ്കിൽ ആ ദിവസം മുഴുവനും നന്നായിട്ട് പഠിക്കുവാനും ഉത്സാഹിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധ്യമാകും.